അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോണത് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ്. അപ്പൊ ആദ്യത്തെ ഇത് ജാവാസ്ക്രിപ്റ്റിലെ സ്ട്രിംഗ് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് ലെങ്ത് നോക്കാം. ലെങ്ത് എന്ന് വെച്ചാൽ റിട്ടേൺസ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിംഗ്. സ്ട്രിങ്ങിനകത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് ലെങ്ത് എന്ന് പറഞ്ഞ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കും. ലെറ്റ് str is equal to hello എന്ന് വന്നിട്ടുള്ള ഒരു സ്ട്രിംഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ലെങ്ത് ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് വെച്ചാൽ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിന് 5 ക്യാരക്ടർ ആണ് ഉള്ളത്. അപ്പൊ ഡോട്ട് ലെങ്ത് പ്രോപ്പർട്ടി, അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് str ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതെന്താ ചെയ്യുന്നത്? ലെങ്ത് എന്ന് പറഞ്ഞ മെത്തേഡ് കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ് ബൈ കൗണ്ട് ചെയ്യുന്നു എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് str-നകത്ത്. അപ്പൊ നമുക്ക് 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് കൺസോളിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഈ ക്യാർ അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ ക്യാരക്ടർ അറ്റ് ദ ഗിവൺ ഇൻഡെക്സ്. ക്യാരറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഗിവൺ ഇൻഡെക്സിനകത്ത് ഉള്ള ക്യാരക്ടർ എന്താണോ അതിനെ റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് str ഓഫ് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ക്യാരറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണോ. ഇപ്പൊ സ്ട്രിംഗ് ഹലോ ഹാസ് ഇൻഡെക്സസ്, അതായത് എച്ചിനകത്ത് 0th ഇൻഡെക്സ്, ഇ എന്ന് പറഞ്ഞ 1 ഫസ്റ്റ് ഇൻഡെക്സ്, എൽ എന്ന് പറഞ്ഞ സെക്കൻഡ് ഇൻഡെക്സ്, എൽ എന്ന് പറഞ്ഞ തേർഡ് ഇൻഡെക്സ്, ഒ എന്ന് പറഞ്ഞ ഫോർത്ത് ഇൻഡെക്സ്. അപ്പൊ ഇതിനകത്ത് ക്യാരറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1th ഇൻഡെക്സിലുള്ള എലമെന്റ് ഏതാണോ ക്യാരക്ടർ ഏതാണ്, ഇ ആണ്. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യുന്നത് ക്യാരറ്റ് ഓഫ് ഫസ്റ്റ് പൊസിഷനിലുള്ള ക്യാരറ്റ് വെച്ചിട്ട് ഫസ്റ്റ് പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണ്, ഇ ആണ്. അപ്പൊ ഇ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ ക്യാർ കോഡ് അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ യൂണിക്കോഡ് വാല്യൂ ഓഫ് ക്യാരറ്റ് അറ്റ് ഇൻഡെക്സ്. ആ ഇൻഡെക്സിനകത്തുള്ള ക്യാരക്ടറിന്റെ യൂണിക്കോഡ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ക്യാർ കോഡ് അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ str is equal to hello എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ക്യാർ കോഡ് അറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതായത് 0th ഇൻഡെക്സിലുള്ള ക്യാരക്ടറിന്റെ ക്യാർ കോഡ് അറ്റ് അതിന്റെ യൂണിക്കോഡ് വാല്യൂന്റെ റിട്ടേൺ ചെയ്യുന്നു. h is at index 0. ഇൻഡെക്സ് 0 എന്ന് പറയുന്നത് ഇതിനകത്ത് എച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ്. അപ്പൊ യൂണിക്കോഡ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന്റെ യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72. എച്ചിന്റെ യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. ഇൻഡെക്സ് 0, എച്ച് ഈസ് അറ്റ് ഇൻഡെക്സ് 0, എച്ച് ഔട്ട്പുട്ട് 72. str ഡോട്ട് ക്യാർ കോഡ് അറ്റ് ഓഫ് 0 എന്ന് പറയുന്നത് 72 ആണ്. മനസ്സിലായോ? നീ ഡോട്ട് അറ്റ് ഇൻഡെക്സ്. അപ്പൊ ഇതാണ് ക്യാർ കോഡ് അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ ആ ഇൻഡെക്സിനുള്ള ക്യാരക്ടറിനകത്തുള്ള യൂണിക്കോഡ് വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇത്. 72 ആണ് എച്ചിന്റെ യൂണിക്കോഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ അറ്റ് ഇൻഡെക്സ്. അറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ റിട്ടേൺസ് എ ക്യാരക്ടർ അറ്റ് ഗിവൺ ഇൻഡെക്സ്. അതായത് ഓൾസോ സപ്പോർട്ട്സ് നെഗറ്റീവ് ഇൻഡെക്സിനെയും അറ്റ് ഇൻഡെക്സിനകത്ത് നെഗറ്റീവ് ഇൻഡെക്സിനെയും സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ ഗിവൺ ഇൻഡെക്സ് ഉണ്ട്, ആ ഗിവൺ ഇൻഡെക്സിനകത്തുള്ള ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യുന്നതാണ് അറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത്. അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഇൻഡെക്സും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ str is equal to hello എന്ന് വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് അറ്റ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻഡെക്സും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള -1 മീൻസ് ലാസ്റ്റ് ക്യാരക്ടർ. അപ്പൊ നമ്മൾ ലാസ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, ഫസ്റ്റിൽ നിന്ന് പോകുമ്പോൾ പോസിറ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെഗറ്റീവ് -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്യാരക്ടറിനെയാണ് റിട്ടേൺ മീൻ ചെയ്യുന്നത്. അപ്പൊ -1 മീൻസ് ലാസ്റ്റ് ക്യാരക്ടർ. അപ്പൊ ഓ ആണ് ലാസ്റ്റ് ക്യാരക്ടർ. അപ്പൊ ഓ ഈസ് ലാസ്റ്റ് ഇൻ ഹലോ. ഹലോയിനകത്ത് ലാസ്റ്റ് ക്യാരക്ടർ ഓ ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്നാന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ചെക്സ് ഇഫ് സബ്സ്ട്രിങ് എക്സിസ്റ്റ്, അതായത് സബ്സ്ട്രിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അറ്റ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിനകത്തുള്ള ക്യാരക്ടറിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നീ എന്നാന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് നെഗറ്റീവ് ഇൻഡെക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നീ ഇൻക്ലൂഡ്സ് ഓഫ് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഇഫ് സബ്സ്ട്രിങ് എക്സിസ്റ്റ്, അതായത് സബ്സ്ട്രിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. റിട്ടേൺസ് ട്രൂ ഓർ ഫാൾസ്, ട്രൂ അല്ലെങ്കിൽ ഫാൾസിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. str is equal to javascript എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിംഗ് ഉണ്ട്.
അപ്പൊ ആ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ഇൻക്ലൂഡ്സ് ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ട്രിങ്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്ട്രിങ് ആണ്. ആ സബ്സ്ട്രിങ് ഈ സ്ട്രിങ്ങിനകത്ത് str എന്ന് പറഞ്ഞ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ ഫാൾസ് എന്ന് വന്നിട്ട് അപ്പൊ സ്ക്രിപ്റ്റ് എക്സിസ്റ്റ് ഇൻസൈഡ് ജാവാസ്ക്രിപ്റ്റിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ട്രിങ് ഇൻക്ലൂഡഡ് ആണ്, അത് കാരണം ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ട്സ് വിത്ത് സബ്സ്ട്രിങ് എന്ന് വെച്ചാൽ ചെക്സ് ഇഫ് സ്ട്രിങ് സ്റ്റാർട്ട്സ് വിത്ത് ഗിവൻ സബ്സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഗിവൻ സബ്സ്ട്രിങ് വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ എന്ന് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുന്നു, ആ സബ്സ്ട്രിങ് വെച്ചിട്ടാണ് സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യണേ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട്സ് വിത്ത് ഓഫ് സബ്സ്ട്രിങ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. ഇപ്പൊ str ഇസ്ക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് ആണ് കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ജാവ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ബിഗിൻസ് വിത്ത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ജാവ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാവ വെച്ചിട്ട്, അപ്പൊ റിട്ടേൺസ് ട്രൂ, കൺസോളിനകത്ത് റിട്ടേൺസ് ട്രൂ എന്ന് വന്നിട്ട് വരുന്നു. ഇനി എൻസ് വിത്ത് സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് സ്ട്രിങ് എൻസ് വിത്ത് ഗിവൻ സബ്സ്ട്രിങ് വെച്ചിട്ടാണോ സ്ട്രിങ് എൻഡ് ചെയ്യണേ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് എൻസ് വിത്ത് ഓഫ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. str ഇസ്ക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് എൻസ് വിത്ത് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണോ എൻഡ് ചെയ്യണേ, സബ്സ്ട്രിങ് എൻഡ് ചെയ്യണേ എന്ന് ചെക്ക് ചെയ്യുന്നു. വർക്കിംഗ് ജാവാസ്ക്രിപ്റ്റ് എൻഡ്സ് വിത്ത് സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്, അത് കാരണം എന്താണ് നമ്മൾക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നു. അതാണ് എൻഡ്സ് വിത്ത് ഓഫ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. സെർച്ച് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ, അതായത് ഫൈൻഡ്സ് ഇൻഡെക്സ് ഓഫ് മാച്ച് യൂസിങ് റെഗുലർ REGES റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് ഓഫ് മാച്ചിനെ സെർച്ച് ചെയ്യുന്നു. ഇൻഡെക്സ് ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് മാച്ച് ചെയ്യുന്ന ഇൻഡെക്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ സെർച്ച് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. str ഇസ്ക്വൽ ടു ഐ ലവ് JS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് സെർച്ച് JS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഗുലർ എക്സ്പ്രഷൻ ഒരു സ്ലാഷിന്റെ ഉള്ളിൽ നമ്മൾ JS റെഗുലർ എക്സ്പ്രഷൻ സ്ലാഷിന്റെ ഉള്ളിൽ എഴുതി വെച്ചേക്കുവാണ് JS എന്ന് വന്നിട്ട് എഴുതാം. അപ്പൊ JS എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്ന ഇൻഡെക്സ് ഏതാണ്? അപ്പൊ റെഗുലർ എക്സ്പ്രഷൻ JS എന്ന് പറഞ്ഞാൽ മാച്ചസ് JS അറ്റ് ഇൻഡെക്സ് 7. അപ്പൊ 0 1 2 3 4 5 6 7 സെവൻത്ത് ഇൻഡെക്സ് ആണ്. അത് ഏതാണ് ഇൻഡെക്സ് മാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെവൻത്ത് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇൻഡെക്സ് 7നകത്താണ് JS എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് ഈ JS ഈ സ്ട്രിങ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ റിട്ടേൺ 7 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സെർച്ച് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ. ഇനി മാച്ച് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ റിട്ടേൺസ് അറേ ഓഫ് മാച്ചസ് ഫോർ റെഗുലർ എക്സ്പ്രഷൻ. റെഗുലർ എക്സ്പ്രഷൻ അറേ ഓഫ് മാച്ചസ്, അതായത് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന അറേനെ റിട്ടേൺ ചെയ്യുന്നു. അറേ ആയിട്ട് റിട്ടേൺ ഏതൊക്കെ മാച്ച് ചെയ്യുന്നു അതിനെയൊക്കെ റിട്ടേൺ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ str ഇസ്ക്വൽ ടു ABC എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ഉണ്ട്. അപ്പൊ അത് റെഗുലർ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് മാച്ച് ഓഫ് ABC എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ ABC ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഫൈൻഡ്സ് ഓൾ ABC, ഏതൊക്കെ ആ സ്ട്രിങ്ങിനകത്ത് ABC ഏതൊക്കെയുണ്ട് ഫുൾ ആയിട്ട് ഒരു ഒറ്റ ടൈം അല്ല, ഫുൾ സ്ട്രിങ് നോക്കുന്നു. ഏതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ ആ മാച്ച് ചെയ്യുന്നതെല്ലാം അറേ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ മാച്ചസ് ഈക്വൽ ടു ABC ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. എല്ലാ ABC ആയിട്ട് ആ റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്ങിലെ എലമെന്റ്സ് സ്ട്രിങ്ങിലത്തെ ഉള്ള ഏതൊക്കെയാണോ അതിനെയൊക്കെ അറേനകത്ത് ആക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്നു. അതാണ് നമ്മുടെ മാച്ച് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ. ഇനി മാച്ച് ഓൾ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ഓൾ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ഫൈൻഡ്സ് ഓൾ മാച്ചസ് ഓഫ് എ പാറ്റേൺ ഇൻ സ്ട്രിങ് ആൻഡ് ഗിവ്സ് എക്സ്ട്രാ ഡീറ്റെയിൽസ് ലൈക്ക് ഗ്രൂപ്പ് ഇൻസൈഡ് ദ മാച്ച്. str ഇസ്ക്വൽ ടു test1 test2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഈക്വൽ ടു ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ ഉണ്ട്. str ഡോട്ട് മാച്ച് ഓൾ ഓഫ്
എന്താണ് ഒരു റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്, ടെസ്റ്റ് എന്താ ഡിജിറ്റ്, അത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ, അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്. നമ്മൾ ഇതാണ് കോഡ്, മാച്ച് ഓൾ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് റെഗുലർ എക്സ്പ്രഷൻ സ്ലാഷ് ടെസ്റ്റ് ബാക്ക് സ്ലാഷ് ഡി പിന്നെ സ്ലാഷ് ഗ്ലോബൽ. അപ്പൊ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ലുക്സ് ഫോർ ദി വേർഡ് ടെസ്റ്റ്, ടെസ്റ്റ് എന്ന് പറഞ്ഞ വേർഡിനെ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ STR-നകത്ത്. അത് കഴിഞ്ഞിട്ട് സ്ലാഷ് ഡി എന്ന് പറഞ്ഞാൽ ക്യാപ്ചേഴ്സ് എ ഡിജിറ്റ് ആഫ്റ്റർ ടെസ്റ്റ്, ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിജിറ്റ് ഉണ്ടോ ആ ഡിജിറ്റിനെ എന്താണ് ക്യാപ്ചർ ചെയ്യുന്നു. പിന്നെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഫ്ലാഗ് ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫ്ലാഗ്, ഫൈൻഡ്സ് ഓൾ മാച്ചസ് നോട്ട് ജസ്റ്റ് ഫസ്റ്റ്, ഒരെണ്ണം മാത്രമല്ല മാച്ച് ചെയ്യുന്നത്, എല്ലാ മാച്ചിനെയും ഫൈൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ടെസ്റ്റ് അതിന്റെ കൂടെ ഡിജിറ്റ് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പൊ അതാണ് റെഗുലർ എക്സ്പ്രഷനിൽ പറഞ്ഞത്, ഒറ്റ മാച്ച് അല്ല എല്ലാ മാച്ചിനെയും ഫൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്ത് ഈ അറയിനകത്തായിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാച്ച് ടെസ്റ്റ് 1. ടെസ്റ്റ് 1 എന്ന് വെച്ചാൽ അത് ഫുൾ മാച്ച് ആണ്. അതായത് 1 എന്ന് വെച്ചാൽ നമ്മുടെ സ്ലാഷ് ഡി പൊസിഷനിൽ 1 ആണ്, അത് ക്യാപ്ചേർഡ് ഡിജിറ്റ് ആണ്. ഇൻഡെക്സ് 0, പിന്നെ ഇൻഡെക്സ് 0 എന്ന് പറയുന്നത് മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് പൊസിഷൻ 0, കാരണം ഇത് പൊസിഷൻ 0-നകത്തല്ല മാച്ച് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻപുട്ട് ടെസ്റ്റ് 1 ടെസ്റ്റ് 2, ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ആണ് ഇൻപുട്ട്. ദ വോൾ ഒറിജിനൽ സ്ട്രിങ് ആണ് ഇൻപുട്ടിനകത്ത് വന്നേക്കുന്നത്. അത് ജസ്റ്റ് ഇൻപുട്ട് ഏതാന്ന് ജസ്റ്റ് കാണിച്ചേക്കുന്നതാണ്. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പിന്നെ എന്നാന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ പിന്നെ ഗ്രൂപ്പ്സും റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫുൾ മാച്ചസ് ഓഫ് എ പാറ്റേൺ ഇൻ എ സ്ട്രിങ്ങിനകത്തുള്ള എല്ലാ മാച്ചേഴ്സിനെയും കണ്ടുപിടിക്കും. അതേപോലെ തന്നെ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടി തന്നെയാണ് മാച്ച് ഓൾ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. മാച്ച് ഓൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഡീറ്റെയിൽസിനകത്ത് അപ്പൊ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് നോ നെയിംഡ് ഗ്രൂപ്പ്സ് വർ യൂസ്ഡ്, ഇതിനകത്ത് അൺഡിഫൈൻഡ് ആണ് നമുക്ക് കിട്ടിയത്, കാരണം നെയിംഡ് ഗ്രൂപ്പ്സ് ഇല്ല. ഈ സെക്കൻഡ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൺസോൾ ഡോട്ട് ലോഗ് ടെസ്റ്റ് 2 ആണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് 2 എന്ന് വന്നിട്ട് കിട്ടുന്നു. അത് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ മാച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് 2 എന്ന് പറയുന്നത് ക്യാപ്ചേർഡ് ഡിജിറ്റ് ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചേർഡ് ഡിജിറ്റ് ആണ്. ഇതിനകത്ത് ക്യാപ്ചേർഡ് ഡിജിറ്റ് ആണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇൻഡെക്സ് 6 എന്ന് പറഞ്ഞാൽ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് പൊസിഷൻ 6. അതായത് നമുക്ക് നോക്കാം 0 1 2 3 4 5 6 സിക്സ്ത് പൊസിഷനിലാണല്ലോ ടെസ്റ്റ്. അപ്പൊ മാച്ച് സ്റ്റാർട്ട്സ് വിത്ത്, അപ്പൊ സിക്സ്ത് പൊസിഷനിലാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇൻഡെക്സ് 6 എന്ന് പറഞ്ഞാൽ സെയിം ഇൻപുട്ട് ആൻഡ് ഗ്രൂപ്പ്സ്, അത് ഫുള്ള് ഇൻപുട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൂപ്പ്സ് അൺഡിഫൈൻഡ്, നമ്മൾ നെയിംഡ് ഗ്രൂപ്പ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഗ്രൂപ്പ്സ് അൺഡിഫൈൻഡ് ആണ്. ഇനിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ എന്തൊക്കെ മാച്ച് ചെയ്യുന്നു ആ മാച്ച് ചെയ്യുന്ന ഇതും പിന്നെ എക്സ്ട്രാ ഡീറ്റെയിൽസും ആണ് മാച്ച് ഓൾ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. പിന്നെ വെച്ചാൽ സ്ലൈസ് ഉണ്ട്. സ്ലൈസ് മെത്തേഡ് എന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റാർട്ടും എൻഡും ഉണ്ട്. അതിനകത്ത് എക്സ്ട്രാക്ട്സ് പാർട്ട് ഓഫ് എ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിന്റെ പാർട്ടിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് സ്ലൈസോ സ്റ്റാർട്ട് കോമ എൻഡ് യൂസ് ചെയ്യുന്നത്. str is equal to hello world എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് str.slice 05. ഇപ്പൊ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രം ഇൻഡെക്സ് 0 to 4, 0 തൊട്ട് 4th പൊസിഷൻ 0 1 2 3 4 4th പൊസിഷനിലുള്ള എലമെന്റ്സിനെ 5 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്താണ് പാർട്ട് സ്ട്രിങ്ങിന്റെ ഒരു പാർട്ടിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ, സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയുള്ള പാർട്ടിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 0 തൊട്ട് 4 വരെയുള്ള ഹലോ എന്ന് വന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതാണ് സ്ലൈസ് സ്റ്റാർട്ട് കോമ എൻഡ്. അത് കഴിഞ്ഞിട്ട് സബ്സ്ട്രിങ് സ്റ്റാർട്ട് കോമ എൻഡ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു സ്ലൈസ് ബട്ട് ഡസൻറ്റ് അലോ നെഗറ്റീവ് ഇൻഡെക്സ്. സ്ലൈസിന് സിമിലർ ആണ്, പക്ഷെ നെഗറ്റീവ് ഇൻഡെക്സിനെ ഇൻക്ലൂഡ് അലോ ചെയ്യുന്നില്ല.
ലെറ്റ് str is equal to hello world എന്ന് പറഞ്ഞിട്ട് വരുവാണ്. ഈ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് 5,10 എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതായത് സ്ലൈസിനെ പോലെ തന്നെയാണ് ഈ സബ്സ്ട്രിങ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് ഇൻഡെക്സ് അലോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ str ഡോട്ട് സബ്സ്ട്രിങ് ഓഫ് 5,10 ഇപ്പൊ 0 1 2 3 4 5 5 6 7 8 9 ഇപ്പൊ എന്നാന്ന് വെച്ചാൽ 9 വരെയുള്ള എലമെന്റിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ str ഡോട്ട് സബ്സ്ട്രിങ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇത് സ്റ്റാർട്ടും ഇത് എൻഡ് പൊസിഷനും ആണ്. അപ്പൊ ആ സ്റ്റാർട്ടും എൻഡ് പൊസിഷൻ അതിനകത്ത് ലാസ്റ്റ് പൊസിഷനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് ഇൻഡെക്സ് സ്ലൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് ഇൻഡെക്സ് അലോ ചെയ്യുന്നില്ല. അപ്പൊ എക്സ്ട്രാക്ട്സ് ഫ്രം ഇൻഡെക്സ് 5, ഇൻഡെക്സ് 5ൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 5 തൊട്ട് 9th പൊസിഷൻ വരെയുള്ള എലമെന്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേൾഡ് കിട്ടും. ഇനി എന്നാന്ന് വെച്ചാൽ സബ് str ഓഫ് സ്റ്റാർട്ട് കോമ ലെങ്ത്. ഇതിനകത്ത് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ എക്സ്ട്രാക്ട്സ് പാർട്ട് ഓഫ് എ സ്ട്രിംഗ് വിത്ത് ഗിവൺ ലെങ്ത്. ഇത് ഡിപ്രിക്കേറ്റഡ് ആണ്. അതായത് നമ്മളിപ്പോ അത് കറന്റ് അത് യൂസ് ചെയ്യുന്നില്ല. അത് കാരണം ഇത് ഡിപ്രിക്കേറ്റഡ് ആണ്. എന്നാലും നമുക്ക് ഇത് നോക്കാം. str is equal to hello world എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിംഗ് ഉണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് സബ് str ഓഫ് 0, ഇത് സ്റ്റാർട്ടും പിന്നെ ഇത് 5 എന്ന് പറഞ്ഞ ലെങ്ത്തും ആണ്. 0th പൊസിഷനിൽ നിന്ന് ലെങ്ത് 5 എന്നാണ്. അപ്പൊ സ്റ്റാർട്ട്സ് അറ്റ് ഇൻഡെക്സ് 0, ഇൻഡെക്സ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടേക്ക് 5 ക്യാരക്ടേഴ്സ്, 5 ക്യാരക്ടേഴ്സ് തന്നെ ടേക്ക് ചെയ്യുന്നു. അതാണ് 0 1 2 3 4. അതായത് 1 2 0th ഇൻഡെക്സിൽ നിന്ന് 5 ക്യാരക്ടേഴ്സ്. അപ്പൊ 1 2 3 4 5. അപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും ഡിപ്രിക്കേറ്റഡ് ആണ്. അപ്പൊ ഗിവൺ ലെങ്ത് വെച്ചിട്ട് ഈ 0th ഇൻഡെക്സ് അതായത് ഇൻഡെക്സ് 0, അതായത് സ്റ്റാർട്ടിങ് ഇൻഡെക്സും പിന്നെ ലെങ്ത്തും ആണ് ഉള്ളത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സിൽ നിന്ന് 5 ക്യാരക്ടേഴ്സ് ആണ് അത് എടുത്തിട്ട് ഒരു സബ്സ്ട്രിങ്ങിനെ റിട്ടേൺ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് എന്നിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഹലോ എന്നാണ് കിട്ടുന്നത്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0, അപ്പൊ 0യിൽ നിന്ന് 5 ക്യാരക്ടേഴ്സ് ഹലോ എന്ന്. അതാണ് സബ് str. ഇത് ഡെപ്രിക്കേറ്റഡ് ആണ്. ഈ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്സ് ഓൾ ക്യാരക്ടേഴ്സ് ടു അപ്പർ കേസ്. എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. str is equal to hello എന്നാണ് കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിനെ ക്യാപിറ്റൽ ഹലോ ലെറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഫുൾ അപ്പർ കേസ് ആയിട്ട് മാറ്റുന്നു. നീ എന്നാന്ന് വെച്ചാൽ ടു ലോവർ കേസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അത് കൺവേർട്സ് ഓൾ ക്യാരക്ടേഴ്സ് ടു ലോവർ കേസ്. എല്ലാ ക്യാരക്ടറിനെയും ലോവർ കേസ് ആയിട്ട് മാറ്റുന്നു. str is equal to hello എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഫുള്ള് ഹലോ. കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് ടു ലോവർ കേസ് എന്നാണെങ്കിൽ ഹലോ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ, ഫുൾ സ്മോൾ ലെറ്റർ ആയിട്ട് മാറുന്നു. അതാണ് എല്ലാ ക്യാരക്ടേഴ്സിനെ ലോവർ കേസ് ആയിട്ട് മാറ്റുന്നു. അതാണ് ടു ലോവർ കേസ് എന്ന് പറയുന്നത്. നീ റിപ്പീറ്റ് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ദ സ്ട്രിംഗ് n ടൈംസ്. all characters to lower case. Repeat of n എന്ന് വെച്ചാൽ repeats the string n times repeat ചെയ്യുന്നു. let str is equal to high console dot log str dot repeat of 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് n times റിപ്പീറ്റ് ചെയ്യുന്നു. high repeated 3 times, high 3 times റിപ്പീറ്റ് ചെയ്യുന്നു. സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് റിപ്പീറ്റ് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റിപ്ലേസ് ഓൾഡ് ന്യൂ, അതായത് ഓൾഡ് ന്യൂ എന്ന് വന്നിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് റിപ്ലേസസ് ഫസ്റ്റ് മാച്ച്, അതായത് ഫസ്റ്റ് മാച്ചിനെ റിപ്ലേസ് ചെയ്യുന്നു. let str is equal to I like js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് റീപ്ലേസ് js js എന്ന് പറഞ്ഞ ഇതിനെ റിപ്ലേസ് ചെയ്തിട്ട് അതിനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് റിപ്ലൈ ഫൈൻഡ് ഫസ്റ്റ് js. അപ്പൊ js എന്ന് പറഞ്ഞ ഇത് സ്ട്രിംഗിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റിപ്ലേസ് വിത്ത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണോ അത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതാണ് റീപ്ലേസ് ഓൾഡ് ന്യൂ എന്ന് പറയുന്നത്.
റീപ്ലേസ് ഓൾഡ് ന്യൂ എന്ന് പറയുന്നത്. നീ റീപ്ലേസ് ഓൾഡ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലേസസ് ഓൾ മാച്ചസ്, എല്ലാ മാച്ചസിനെ റീപ്ലേസ് ചെയ്യുന്നു. ലെറ്റ് str is equal to js is js എന്ന് പറഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞ js എന്ന് പറഞ്ഞ സാധനത്തിനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ബോത്ത് ജെഎസ്, ഇതിനകത്ത് ജെഎസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാച്ച് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഈ സ്പ്ലിറ്റ് സെപ്പറേറ്റർ, സ്പ്ലിറ്റ് ഓഫ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ട്രിങ് അപ്പൊ റീപ്ലേസ് ചെയ്യുന്നത് ഓൾഡിനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട്, അതാണ് റിപ്ലേസ് ഓൾഡ് ന്യൂ. അപ്പൊ ജെഎസിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടുന്നു. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇത്. ഇനി സ്പ്ലിറ്റ് ഓഫ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ്സ് സ്ട്രിങ് ഇൻ ടു അറേ, അതായത് അറേനെ സ്ട്രിങ്ങിനെ അറേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് എ ബി സി എന്ന് വന്നിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. കൺസോൾ ഡോട്ട് ലോഗ് str ഡോട്ട് സ്പ്ലിറ്റ് കോമ എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ സ്പ്ലിറ്റ് അറ്റ് കോമ എന്ന് വെച്ചാൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഓരോന്നിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ട്രിങ് ഇൻ ടു അറേ, ആ സ്ട്രിങ്ങിനെ അറേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? സ്ട്രിങ്ങിനെ അറേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത് സ്ട്രിങ് ആയിട്ട് മാറ്റിയിട്ട് സെപ്പറേറ്റർ വെച്ചിട്ട് സ്ട്രിങ് ആയിട്ട് മാറ്റിയിട്ട് അറേനെ റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കോൺകാറ്റ് str1 str2 എന്ന് വെച്ച് ജോയിൻസ് സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാനായിട്ടാണ്. ലെറ്റ് str1 is equal to hello, str2 is equal to word. കൺസോൾ ഡോട്ട് ലോഗ് str1 ഡോട്ട് കോൺകാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസ് സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. str1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോയും str2 എന്ന് പറഞ്ഞാൽ വേൾഡും ആണ്. അപ്പൊ str1 ഡോട്ട് കോൺകാറ്റ് പിന്നെ സ്പേസ് കോമ str2, അതായത് ജോയിൻസ് str1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്നാണ്, പിന്നെ അത് കോൺകാറ്റ് ചെയ്യുന്ന പിന്നെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ ഒരു വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കോൺകാറ്റ് ഇത്. ഇനി ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് സ്ട്രിങ് റെപ്രസെന്റേഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ടു സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. ലെറ്റ് നം ഈസ് ഈക്വൽ ടു 1 2 3 എന്നാണ് കൺസോൾ ഡോട്ട് ലോഗ് നം ഡോട്ട് ആ നമ്മിനെ ടു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് സ്ട്രിങ് റെപ്രസെന്റേഷനെ റിട്ടേൺ ചെയ്യുന്നത്. അതായത് നമ്പർ 1 2 3നെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ടു സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രിങ് റെപ്രസെന്റേഷനെ റിട്ടേൺ ചെയ്യുന്നു. നമ്പർ 1 2 3 അത് സ്ട്രിങ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. അതാണ് സ്ട്രിങ് റെപ്രസെന്റേഷനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ടു സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സ്ട്രിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.